morning, dear students. Almost we are coming to the end of those chapter, advertising and the last but before class ആണ്. ഓക്കെ, നമുക്ക് ഇനി ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ്സ് ബിറ്റ് ലോങ് ചാപ്റ്റർ എന്നുള്ളതാണ്. കാരണം അഡ്വർടൈസിങ്ങിൽ നമുക്ക് അത്രയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത്രയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസിങ് എന്ന് പറയുന്ന പാഠം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, സോ ഇന്നത്തെ പോർഷൻസ് എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് അഡ്വർടൈസിങ് ഏജൻസി. ദ മോസ്റ്റ് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് അഡ്വർടൈസിങ് ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വർടൈസിങ് ഏജൻസി അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് ഈസ് ബഡ്ജറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് അഡ്വർടൈസിങ് ബഡ്ജറ്റിനെ കുറിച്ചിട്ട്. അഡ്വർടൈസിങ് ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ് മീഡിയ ആണ് വേണ്ടത്, കൈൻഡ് ഓഫ് അഡ്വർടൈസിങ്, ഇതൊക്കെ ബേസ് ചെയ്യുന്നത് വാട്ട് എമൗണ്ട് വി ഹാവ് സെറ്റ് അസൈഡ് ഫോർ ആസ് അഡ്വർടൈസ്മെൻറ്റ് ബഡ്ജറ്റ്. അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള തുക എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് മീഡിയ ആണ്, ഏത് കൈൻഡ് ഓഫ് അഡ്വർടൈസിങ് ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഡിസിഷൻ എടുക്കാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അഡ്വർടൈസിങ് ബഡ്ജറ്റാണ്. സോ എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്, അതിൽ വരുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, അഡ്വർടൈസിങ് ബഡ്ജറ്റിൽ നമുക്ക് വരാവുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് തേർഡ് പാർട്ടായിട്ട് നമ്മൾ അഡ്വർടൈസിങ് ബഡ്ജറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് എഫക്റ്റീവ്നെസ്. എത്രത്തോളം അഡ്വർടൈസിങ് നമുക്ക് എഫക്റ്റീവായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, അതിൽ വരുന്ന മെത്തേഡ്സ്, പ്രീ മെത്തേഡ്സ്, പോസ്റ്റ് മെത്തേഡ്സ് ആൻഡ് കൺകറൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്ന 3 മെത്തേഡുകളും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ കീയിങ് ദ അഡ്വർടൈസ്മെൻറ്റ് ലാസ്റ്റ് പാർട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വി വിൽ കണ്ടിന്യൂ വിത്ത് അവർ ക്ലാസ്. ഓക്കെ, സോ അബൌട്ട് ഫസ്റ്റ് തിങ് ഈസ് അബൌട്ട് അഡ്വർടൈസിങ് ഏജൻസിനെ കുറിച്ചിട്ടാണ്. അഡ്വർടൈസിങ് ഏജൻസിയിൽ വരുന്നത് ഹൈ കോമ്പറ്റീഷൻ ആണ്. നമ്മൾ ഈ ഒരു ഫീൽഡിൽ, മാർക്കറ്റിംഗ് ഫീൽഡിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഈ ഒരു ഹൈ കോമ്പറ്റീഷനാണ്. ബിക്കോസ് പല കമ്പനീസിനെയും അവരുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെഹിക്കിളാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ദിസ് നെസസിറ്റേറ്റഡ് കമ്പനീസ് ടു സീക്ക് the assistance of specialist people to handle the advertising campaign എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് കമ്പനി തന്നെ അഡ്വർടൈസ് ചെയ്യാറില്ല. സോ അഡ്വർടൈസിങ് ഏജൻസീസ്, അഡ്വർടൈസിങ് ഗ്രൂപ്പ്, those who are functioning to make advertisements, അവരുടെ എത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ ആ അഡ്വർടൈസ്മെൻറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മെയിനായിട്ട് അഡ്വർടൈസിങ് ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓർഗനൈസേഷൻസ്. ബിക്കോസ് ഒരു ചെറിയൊരു എമൗണ്ട് കൊണ്ട് നമുക്കൊരു അഡ്വർടൈസിങ് സാധ്യമല്ല. അതൊരു പ്രൊഫഷണൽ പീപ്പിൾ തന്നെ ചെയ്യായിരിക്കും അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ അഡ്വർടൈസിങ് ഏജൻസീസിനെയാണ് ഏൽപ്പിക്കാറ്. ഏറ്റവും കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. ഓക്കെ, സോ ദിസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വർടൈസിങ് ഏജൻസീസ്. അപ്പോൾ അങ്ങനെ പല കമ്പനീസും പല ആൾക്കാരിനെയും കണ്ടെത്തി അവരെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ അഡ്വർടൈസിങ് ഏജൻസീസിൻ്റെ തുടക്കകാലം എന്ന് പറയുന്നത്.
Advertising agencies are service organizations specialized in the field of advertising. Nowadays, most of the manufacturers are depending on advertising agencies to manage their advertising campaign. അപ്പോൾ അവരുടെ അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് ഈ അഡ്വർടൈസിങ് ഏജൻസീസിന് ഡിപ്പെൻഡബിളാണ്. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അവരുടെ പ്രൊമോഷൻ ഓഫ് ദി പ്രോഡക്ട്സ്, ഇമേജ് ബിൽഡിംഗ് ഓഫ് ദി കമ്പനി, ഇൻക്രീസിങ് ദ ഗുഡ് വിൽ ഓഫ് ദി കമ്പനി, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഡ്വർടൈസിങ് ഏജൻസീസിനെ ആണ്. കാരണം നല്ലൊരു പരസ്യം നല്ലൊരു ഏജൻസി, അഡ്വർടൈസിങ് ഏജൻസിയുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കമ്പനിയുടെ ഫ്യൂച്ചർ ബെറ്റർമെൻറ്റ്, അവരുടെ കമ്പനിയുടെ വിജയം തന്നെയാണ് അത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. It is to study the characteristics of the product and its market potential, to assist the advertiser in formulating advertisement policy, to select most suitable advertisement media at a competitive rates, to prepare attractive advertisement copy, to launch advertisement campaign, to study the effectiveness of the advertisement, to provide services in the field of window display, counter display, test marketing, to relieve the producer from the burden of advertising എന്നുള്ളതൊക്കെയാണ്. അപ്പം ഒരു അഡ്വർടൈസിങ് ഏജൻസീനെ ഒരു പ്രൊഡ്യൂസർ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വലിയ ഒരു ഭാരം ഒഴിഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ്, സെയിൽസ് വേറൊരു ഗ്രൂപ്പിനെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ക്വാളിറ്റി പ്രോഡക്ട്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അവർക്ക് അവരുടെ വർക്കും ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മാനുഫാക്ചറർ തന്നെയാണ് അഡ്വർടൈസിങ്ങിൻ്റെ കാര്യങ്ങളും മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളും അതേപോലെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കി വരുമ്പോൾ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും പാളിപ്പോവാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോന്നും ചെറിയ രീതിയിലെങ്കിലും ഡെലിഗേറ്റ് ചെയ്യണം. പല അതോറിറ്റീസിന് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾ ഈ കാര്യം ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷനുള്ള കാര്യങ്ങളൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ വിൻഡോ ഡിസ്പ്ലേ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ദാറ്റ് ഈസ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, യെസ്റ്റർഡേയ്സ് ക്ലാസ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോ ഡിസ്പ്ലേ, അതേപോലെ തന്നെ കൗണ്ടർ ഡിസ്പ്ലേ, ഇങ്ങനെയൊക്കെ പല തരത്തിലും ഡിസ്പ്ലേ ചെയ്യാനും അല്ലെങ്കിൽ പല ഐഡിയാസ് കൊണ്ടുവരാനും അതൊക്കെ പല ടെക്നിക്സ് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഇവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസീസ് എങ്ങനെയാണ് ഒരു സെയിൽസ് പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളടക്കം അവർ അഡ്വൈസ് ചെയ്യാനായിട്ട് അവർ വളരെ നല്ല ഏജൻസീസാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കായിട്ടുള്ള അഡ്വർടൈസിങ് ബഡ്ജറ്റിലേക്ക് പോകാം. സോ അഡ്വർടൈസിങ് ബഡ്ജറ്റിനെ കുറിച്ച് ഞാൻ വീണ്ടും കുറേ പറയേണ്ട ആവശ്യമില്ല. കാരണം ബഡ്ജറ്റാണ് നമ്മുടെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയൊരു സാധനം മേടിക്കണം അല്ലെങ്കിൽ ഒരു ഹോം അപ്ലയൻസസ് മേടിക്കണം, അതിനൊരു 20,000 25,000 ആവുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര നീക്കിയിരിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കും, അല്ലേ? നമ്മുടെ മക്കളൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും, ഇന്ന കാര്യം മേടിക്കണം, അപ്പോൾ ഏതാ നല്ലത് ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് നോക്കി, അങ്ങനെ എല്ലാവരും കൂടി എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനുള്ള ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ എല്ലാവരും കൂടി ഒരുമിച്ച് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഭംഗിയാവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലും അത്തരത്തിൽ തന്നെയാണ് നമ്മളൊരു കാര്യം ചിന്തിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഒരു ബഡ്ജറ്റ്, നമ്മളൊരു എമൗണ്ട് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ആ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഏത് മീഡിയ ആണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഡിസിഷനിൽ എത്താനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബഡ്ജറ്റാണ്. ഹൗ മച്ച് വി ഹാവ്, അല്ലേ? ഇപ്പോൾ നമ്മൾ കോളേജിലേക്ക് വരികയാണ്, ഒരു 500 രൂപ നമ്മുടെ പോക്കറ്റിൽ വെച്ചിട്ട് വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് പെട്രോൾ അടിക്കണം, അതേപോലെ തന്നെ ഒരു 2 ലിറ്റർ പെട്രോൾ അടിക്കണം എന്നുണ്ടെങ്കിൽ 200 രൂപ അങ്ങോട്ട് മാറി കിട്ടും ഇപ്പോൾ, അല്ലേ?
അപ്പോൾ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മേടിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ എത്രയുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മളിനെ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അപ്പോൾ ഇതിന് പ്രിഫറൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അയ്യോ ഇതിന് പൈസ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ കാര്യം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് അഡ്വർടൈസിങ് ബഡ്ജറ്റ് ഇസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് ഫോർ എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം ഇൻ ദ ഫ്യൂച്ചർ. The budget should be appropriate and sufficient to undertake the appropriate advertisement campaign in a highly competitive market. ഇപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ they may produce so many products. So for each product we have to make a separate budget. ഇപ്പോൾ ജ്യോതി ലബോറട്ടറീസ് അവരുടെ ഉജാലയുണ്ട്, അല്ലെങ്കിൽ അവരുടെ വാഷിംഗ് പൗഡർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ പല പല സാധനങ്ങൾ, എക്സോ ഡിഷ് വാഷ് ഉണ്ട്. ഇതെല്ലാം കൂടി ഒരു പരസ്യത്തിലാണോ അവർ ചെയ്യുന്നത്? നോ, isn't it? അപ്പോൾ ഫോർ ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റ് we have to find out the techniques to increase the sales. അതേപോലെ to make awareness, to give awareness to the public about their products. അപ്പോൾ അവരുടെ കയ്യിലുള്ള പ്രോഡക്റ്റിന് എങ്ങനെയൊക്കെയാണ് അതിനുള്ള ഒരു അവയർനെസ് കൊടുക്കേണ്ടത്, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിനും ഒരു കമ്പനിയിൽ ചിലപ്പോൾ 10-30 പ്രോഡക്റ്റ് ഉണ്ടായിരിക്കാം. 30 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ 30 പ്രോഡക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ബഡ്ജറ്റ് നമ്മൾ നീക്കിയിരിപ്പ് വയ്ക്കാനായിട്ട്. കാരണം ഓരോ പ്രോഡക്റ്റിനും ഓരോ അഡ്വർടൈസ്മെൻറ്റ്. ഫൈനലി നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരിൽ എല്ലാ പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദീസ് ആർ ദി പ്രോഡക്ട്സ് ഓഫ് ഇന്ന കമ്പനി എന്ന് നമുക്ക് പറയാം. HLL എത്ര പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ഫൈനൽ ആ പരസ്യം കഴിയുന്നതോട് കൂടിയിട്ട് എല്ലാ പ്രോഡക്റ്റിൻ്റെയും പിക്ചർ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആൾക്കാർക്ക് അറിയാനായിട്ട് സാധിക്കും, ഇത് HLLൻ്റെ പ്രോഡക്റ്റാണ് അല്ലേ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അങ്ങനെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. സോ ഇൻഡിവിജ്വലി ഓരോ പ്രോഡക്റ്റിനും സ്പെസിഫൈഡ് പീരിയഡിന് നമുക്ക് എന്തായാലും അഡ്വർടൈസ്മെൻറ്റ് വേണ്ടി വരും. അപ്പോൾ അതിനുള്ള ബഡ്ജറ്റാണ് നമ്മളതിൽ പ്ലാൻ ചെയ്യേണ്ടത്. ഇനി വിൽ സി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് എന്നുള്ളത്. ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാനുള്ളത് ഫിലിപ്പ് കോട്ട്ലർ ആളാണ്. മാർക്കറ്റിംഗ് ഏറ്റവും നല്ല ബുക്കാണ് ഫിലിപ്പ് കോട്ട്ലറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. സോ വൺസ് വെൻ യു കം ഫോർ ഓഫ്ലൈൻ ക്ലാസ്സസ് ഡോണ്ട് മിസ് to visit the library. നമ്മുടെ ട്രഷറാണ് ലൈബ്രറി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എത്ര നല്ല ബുക്സാണെന്നറിയോ. ഫിലിപ്പ് കോട്ട്ലറിൻ്റെ ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എഡിഷനും നമ്മൾ അറിയേണ്ടതാണ്. അതിൽ കൊടുത്തിട്ടുള്ള അത് വായിക്കാൻ തന്നെ അത്രയും കളർഫുള്ളാണ്. കാരണം അതിൽ തരുന്ന ഓരോ അഡ്വർടൈസ്മെൻറ്റ്സും ഓരോ എക്സ്പ്ലനേഷൻസും എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് കോർഡിനേറ്റ് ചെയ്ത് ആ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം അത് വായിക്കാൻ വിട്ടുപോകരുത്. സമയമുള്ളപ്പോൾ ഇതേപോലെ പല ബുക്സുകളും നമ്മുടെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ വായിക്കാനായിട്ട് തുടങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫിലിപ്പ് കോട്ട്ലർ പറയുന്ന ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ സ്റ്റേജസ് ഇൻ PLC ആണ്. നിങ്ങൾക്കറിയാം എന്തൊക്കെ സ്റ്റേജസ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ളത്. പ്രോഡക്ട്സ് റിസീവ് ലാർജ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്സ് വൈൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രോഡക്ട്സ് റിസീവ് ലോവർ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്സ്. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റേജസ് ആയിട്ട് വരുന്നത്? നമുക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ട്, ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്, അതേപോലെ തന്നെ മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ട്. മെച്യൂരിറ്റി കഴിഞ്ഞാൽ സാച്ചുറേഷൻ വരുന്നുണ്ട്, ഡിക്ലൈൻ വരുന്നുണ്ട്, അബാൻഡൻമെൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഒരു 6 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ 6 സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് പുതിയ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അഡ്വർടൈസിങ് ബഡ്ജറ്റിൽ എമൗണ്ട് കുറച്ച് കൂടുതൽ കാണണം അല്ലേ? കാരണം ന്യൂ പ്രോഡക്റ്റാണ്, പബ്ലിക്കിന് അറിയില്ല. അപ്പോൾ അവരെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ പാവർട്ടിക്കാർക്ക് തന്നെ പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു കോളേജ് ഇവിടെ ഉണ്ടെന്നുള്ളത്. സത്യമാണോ അല്ലേ? പലർക്കും അറിയില്ല. കോളേജ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ബി എഡ് കോളേജ് ആണോ എന്നാണ് ചോദിക്കുക. ഒരു ഡിഗ്രി കോളേജ് ഈസ് ഫങ്ഷനിങ് ഇൻസൈഡ് ദിസ് ക്യാമ്പസ് എന്നുള്ളത്. നോ വൺ ഈസ്
നോൺ എന്നുള്ളതാണ്. കുറച്ച് കാലം മുമ്പിട്ടാണ്, ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, നൗ ഇറ്റ് ഈസ് വെൽ നോൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പരസ്യങ്ങളിലൂടെ നമ്മൾ എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ ബോർഡുകൾ, സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, പല ബോർഡുകളും നമ്മൾ വെച്ചിട്ടുണ്ട്, ഇന്ന കോളേജ് എവിടെയുണ്ട്, അതേപോലെ ബിൽ ബോർഡ്സൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് ദെൻ പിന്നെ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് മെസ്സേജസ്, എനിക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആയാലും കുട്ടികളായാലും എല്ലാവരും നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് സ്റ്റാറ്റസ് മെസ്സേജസിലൂടെ പീപ്പിൾ ആർ നോൺ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലോക്കൽ ചാനലിലും നമ്മൾ കോളേജിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർക്ക് അറിയുന്നത്, നിയർ ബൈ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് അറിയുന്നത് നമ്മുടെ ഇവിടെ ഈ പരിസരത്ത് ഇങ്ങനെ ഒരു കോളേജ് ഫങ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, നൗ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് നൗ ഇറ്റ് ഈസ് നോൺ ബൈ എവറി വൺ എന്നുള്ളതാണ്. അപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിന് ഇത്രയും മാത്രം ചിലവ് വരാറില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മാർക്കറ്റ് ഷെയർ ആൻഡ് കൺസ്യൂമർ ബേസ്. ഹൈ മാർക്കറ്റ് ഷെയർ പ്രോഡക്ട്സ് റിക്വയർ ലെസ് അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ ടു മെയിൻറ്റെയിൻ ദ ഷെയർ. Low market share products require large advertising expenditure to build the market share. Initially നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഷെയർ വളരെ കുറവായിരിക്കും. What do you mean by market share? Your sales region, നമ്മൾ എവിടെയാണോ സെയിൽസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ലോക്കലി മാത്രം അവൈലബിൾ ആവാം, ചിലപ്പോൾ നമ്മുടെ 1-2 റീജിയനിൽ മാത്രം അവൈലബിലിറ്റി ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ നേഷൻ വൈഡ് മാത്രമാണ്, ചില സമയത്ത് ചില പ്രോഡക്റ്റുകൾ ഇൻ്റർനാഷണലി അവൈലബിൾ ആണ്. സോ അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് ഷെയർ ഓഫ് ആ പ്രോഡക്റ്റ്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ മാർക്കറ്റ് ഷെയർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പരസ്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മാർക്കറ്റ് ഷെയർ കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാനും മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യാനും അഡ്വർടൈസിങ് പരിധി വരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. Okay, and then third one is about competition. If there are large number of competitors in the market, the producer will have to spend more amount on advertising. Okay, ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടംപോലെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റുകളിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് ആൾക്കാർ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ മനസ്സിലേക്ക് നമുക്ക് ആഴത്തിലിറങ്ങി ചെല്ലണം. അപ്പോൾ അതിന് വീണ്ടും വീണ്ടും ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ ചെയ്യേണ്ടി വരും. നമ്പർ ഓഫ് ടൈംസ്, ഫ്രീക്വൻറ്റ് ടൈംസ്, ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മറന്നു പോകാത്ത രീതിയിലുള്ള പരസ്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഹ്യൂജ് എമൗണ്ട്സ് തന്നെയാണ് നമുക്കതിന് കൊടുക്കേണ്ടി വരിക. ഓക്കെ, and then is about advertising frequency. Frequency എന്ന് പറയുമ്പോൾ is influenced by the number of repetitions needed for the advertising message. അപ്പോൾ ഈ അഡ്വർടൈസിങ് മെസ്സേജ് ആൾക്കാരുടെ മനസ്സിലെയും ഓർമ്മയിലും നിൽക്കണമെന്നുണ്ടെങ്കിൽ how frequent it should be shown to them എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ ബഡ്ജറ്റ് കൂടും, ഫ്രീക്വൻസി കുറയുമ്പോൾ ബഡ്ജറ്റ് കുറയും. Next is product substantiability. Okay, substantiability വരുന്നത് if there are large number of substitute products in the product class. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതലുള്ളതെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് വേർതിരിച്ചറിയാനായിട്ട്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ആ സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റായിട്ട് മാറാനായിട്ട് ആൾക്കാരുടെ മൈൻഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനെക്കുറിച്ച് കൂടുതൽ പ്രൊപ്പഗാൻഡ കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇത്രയും ഫാക്ടേഴ്സാണ് ഒരു ബഡ്ജറ്റിംഗ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടത്. ഏത് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്, മാർക്കറ്റ് ഷെയറിനെ ബേസ് ചെയ്തിട്ട്, കോമ്പറ്റീഷനെ ബേസ് ചെയ്തിട്ട്, അഡ്വർടൈസിങ് ഫ്രീക്വൻസിനെ ബേസ് ചെയ്തിട്ട്, പ്രോഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റീനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മെത്തേഡ്സ് ഓഫ് സെറ്റിംഗ് ബഡ്ജറ്റ് എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ബഡ്ജറ്റ്, യൂണിറ്റ് ഓഫ് സെയിൽസ് മെത്തേഡ്, അഫോർഡബിൾ മെത്തേഡ്, ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് മെത്തേഡ്, കോമ്പറ്റേറ്റീവ് പാരിറ്റി മെത്തേഡ്. അപ്പം എന്താണ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് എന്നുള്ളത് നോക്കാം. അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഡെഫിനിറ്റ് പെർസെൻറ്റേജ് ഓഫ് ദ സെയിൽസ് ഓർ സെയിൽസ് പ്രൈസ്. Budget is prepared
on the basis of past years സെയിൽസ് ഓർ ആൻറ്റിസിപ്പേറ്റഡ് സെയിൽസ്. അപ്പം നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മുമ്പത്തെ സ്റ്റേജ് എന്തായിരുന്നു അല്ലേ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആൻറ്റിസിപ്പേഷൻ വരുന്നത്. Okay, so what has happened in the last year, based on that how much of sales has taken place in the last years or past years, based on that if you want to increase your sales നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അപ്പോൾ if you are planning to expand your market share, or if you are planning to increase your sales, or if you are planning to increase your profits എന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള ദാറ്റ് ഈസ് കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബഡ്ജറ്റ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ഇയേഴ്സ് ആൻഡ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ കമ്മിങ് ഇയേഴ്സ് എന്നുള്ളതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണം, എത്ര പെർസെൻറ്റേജാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അതിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഇസ് യൂണിറ്റ് ഓഫ് സെയിൽ മെത്തേഡ്. അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ഇസ് കാൽക്കുലേറ്റഡ് ആസ് എ സർട്ടൻ എമൗണ്ട് പെർ യൂണിറ്റ് സോൾഡ്. അപ്പോൾ ഇതിൽ വരുന്നത് എത്ര യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്താലാണ് നമുക്ക് എത്രത്തോളം എമൗണ്ട് റിട്ടേൺസ് കിട്ടാം, എത്ര യൂണിറ്റ് സെയിൽ ചെയ്താലാണ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചിലവാക്കിയിട്ടുള്ള പൈസ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഓരോ യൂണിറ്റിലും അഡ്വർടൈസിങ്ങിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് അതിൽ വരുന്നത് എന്നുള്ളതും നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യമാണ് പെർ യൂണിറ്റ് സെയിൽ മെത്തേഡിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് affordable method. Affordable മെത്തേഡിൽ വരുന്നത് the companies set the advertising budget at an amount which they can afford. അപ്പോൾ അവർക്ക് എത്രത്തോളം അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കും, അവരുടെ കയ്യിൽ എത്രയുണ്ട്, അവർ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ സോഴ്സസ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് അഫോർഡബിലിറ്റി അവർക്ക് എത്ര ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ബഡ്ജറ്റിന് വേണ്ടി മാറ്റി വയ്ക്കാനായിട്ട് പറ്റും, അഫോർഡ് ചെയ്യാനായിട്ട് പറ്റും, അതിനെ ബേസ് ചെയ്തിട്ടാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ദെൻ ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് മെത്തേഡ്. സോ ഇതിൽ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഡിറ്റർമൈനിങ് ദ ടാസ്ക് ടു അച്ചീവ്, അതേപോലെ തന്നെ ഡിഫൈനിങ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു തീർച്ചയായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായിരിക്കണം അല്ലേ, കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫസ്റ്റ് സെറ്റ് ഔട്ട് അവർ ഒബ്ജക്റ്റീവ്സ്, എവിടെയാണ് നമ്മൾ റീച്ച് ചെയ്യേണ്ടത്. സോ ആ റീച്ചിങ് പോയിൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് എത്ര കോസ്റ്റ് വരും, എന്തൊക്കെയാണെന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിസിഷനിൽ എത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് കോമ്പറ്റേറ്റീവ് പാരിറ്റി മെത്തേഡാണ്. കോമ്പറ്റേറ്റീവ് പാരിറ്റി മെത്തേഡിൽ വരുന്നത് എ ഫേം ഫിക്സസ് ഇറ്റ്സ് അഡ്വർടൈസിങ് ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ ദി അഡ്വർടൈസിങ് ബഡ്ജറ്റ് ഓഫ് ദി കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഏകദേശം എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത്, ഏകദേശം അത്ര എമൗണ്ട് തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടിയും കുറവോ അല്ലെങ്കിൽ കൂടുതലോ ആവാം എന്നുള്ളതാണ്. സോ നമ്മൾ വി ആർ കമ്പയറിങ് വിത്ത് അവർ കോമ്പറ്റീറ്റേഴ്സ്, ഹൗ മച്ച് ദേ ആർ ഗോയിങ് ടു സ്പെൻഡ്, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്താൽ മതി. നമ്മളിതിനെ വല്ലാണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം. ഓക്കെ, നമ്മുടെ പ്രോഡക്റ്റിന് നല്ലൊരു മാർക്കറ്റ് കിട്ടാവുന്ന രീതിയിൽ നല്ല ഏജൻസീസിനെ കണ്ടെത്തി നമ്മുടെ പോക്കറ്റിൽ സൂട്ടാവുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് യുവർ അഡ്വർടൈസിങ് ബഡ്ജറ്റ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദി അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചിട്ടാണ്. അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ്നെസ്സിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ എത്രത്തോളം എഫക്റ്റീവ്നെസ് ആണ് പരസ്യം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് എഫക്റ്റീവ് അഡ്വർടൈസ്മെൻറ്റ്. എഫക്റ്റീവ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാരിനെ നമുക്ക് ആകർഷിക്കാൻ കഴിയണം, അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കണം, അവർക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡൗട്ടുകളിനെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആൻസേഴ്സ് നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഏതിലൂടെ ഒരു എഫക്റ്റീവ് അഡ്വർടൈസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ. കാരണം കൃത്യമായിട്ടുള്ള നോളജ് കൺസ്യൂമേഴ്സിന് കിട്ടും, അതേപോലെ തന്നെ സെയിൽസ്മാനും അവരുടെ സെയിൽസിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും ആ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള നേട്ടങ്ങളാണ് ഒരു എഫക്റ്റീവ് അഡ്വർടൈസ്മെൻറ്റിന് വരുന്നത്.
ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഡിമാൻഡ്, ഇൻക്രീസ് ഡിമാൻഡ്, അതേപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസിന് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് നമുക്കിതിൽ വരുന്നത്. And now we will see what are the characteristics എന്നുള്ളത് നോക്കാം. It should be capable of attracting the attention, capable of communicating the product message, പ്രോഡക്റ്റ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ഈ അഡ്വർടൈസ്മെൻറ്റ്സിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ബയേഴ്സിനെ കൺവിൻസ് ചെയ്യാനും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യണം. ആൻഡ് ദെൻ പറയുന്ന ഇൻഫർമേഷൻസ് റിലയബിൾ ആയിരിക്കണം. കുറച്ചെങ്കിലും സത്യം വേണം കേട്ടോ. ഫുള്ള് നുണ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സത്യസന്ധത നമ്മളതിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ. ദ മീഡിയ ആൻഡ് മെസ്സേജ് സെലക്റ്റഡ് ഷുഡ് സൂട്ട് ദ പ്രോഡക്റ്റ്. ഇറ്റ് ഷുഡ് ബി ഡിഫറെൻറ്റ് ഫ്രം ദി അഡ്വർടൈസ്മെൻറ്റ് ഓഫ് കോമ്പീറ്റിംഗ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അതേപോലത്തെ ഒരു പരസ്യമല്ല നമ്മൾ കൊടുക്കേണ്ടത്. സംതിങ്, ഒരു ഡിഫറൻസ് നമ്മുടെ പരസ്യങ്ങളിൽ ഉണ്ടായിരിക്കണം. ജനങ്ങൾക്ക് ആ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ളതാണ്. നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, ഇപ്പോൾ ഫ്ലാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരൊറ്റ പേരേ ഉള്ളൂ, മിൽട്ടൺ അല്ലെങ്കിൽ ഈഗിൾ അല്ലേ. ഒരു നല്ല ബ്രാൻഡഡ് ഫ്ലാസ്ക് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കമ്പനീസിനെയാണ് നമുക്ക് ഓർമ്മയിൽ വരിക. ഇതേപോലെ പല കാര്യങ്ങളിലും നമുക്ക് പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന പേര് ഏതാണോ. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലാസ്കിൻ്റെ പരസ്യം നമ്മൾ എന്നും കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ എല്ലാ വീട്ടിലും എസെൻഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. നമ്മളെല്ലാവരും അന്വേഷിക്കുന്നൊരു സംഭവം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മളിതിൽ ടോപ്പ് അല്ലെങ്കിൽ ഗുഡ് ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു സംഭവം ഏതാണ്, ആൻഡ് ഗുഡ് ക്വാളിറ്റി ഓൾസോ, അതാണ് നമ്മൾ അതിൽ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. It should succeed in positioning the product distinct from those of the competitors. ഞാൻ നേരത്തെ പറഞ്ഞു, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പേരുമായിരിക്കണം നമ്മുടെ കമ്പനിയുടെയോ നമ്മുടെ പ്രോഡക്റ്റിൻ്റെയോ പേരെന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം പരസ്യം കൊടുക്കണം, അത്രമാത്രം ഇൻഫർമേഷൻസ് ട്രൂത്ത്ഫുൾ ആയിരിക്കണം, അത്രമാത്രം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. നോ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി. Give the best quality to the customers or the consumers. They will never leave you എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നൗ വിൽ സീ വാട്ട് ആർ ദി അഡ്വർടൈസിങ് എഫക്റ്റീവ്നെസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി ദ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ്, സെയിൽസ് എഫക്റ്റ്, അണ്ടർസ്റ്റാൻഡ് ദി കൺസ്യൂമർ റിയാക്ഷൻ, maximum return on investment, wastage in advertising reduce ചെയ്യാനായിട്ട് സാധിക്കും. ദ ബെസ്റ്റ് അഡ്വർടൈസിങ് സ്ട്രാറ്റജി സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അച്ചീവ് അഡ്വർടൈസിങ് കൺട്രോൾ എവറിത്തിങ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അതായത് കൃത്യമായിട്ടുള്ളൊരു ഇവാലുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിൻ്റെ മെസ്സേജിനെ കുറിച്ചിട്ടും ഓഡിയൻസിലേക്ക് റീച്ച് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാനും പരമാവധി അൺനെസസറി അഡ്വർടൈസ്മെൻറ്റ്സ് കട്ട് ഓഫ് ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. സെക്കൻഡ് തിങ് ഈസ്, നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻ്റ് അനുസരിച്ച് എത്രത്തോളം സെയിൽസിൽ എഫക്റ്റ് വന്നിട്ടുണ്ട്, എത്രത്തോളം സെയിൽസിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട് ബിഫോർ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് ആഫ്റ്റർ അഡ്വർടൈസ്മെൻറ്റ്. ദാറ്റ് ഷുഡ് ബി മെഷർഡ് പ്രോപ്പർലി. പിന്നെ വരുന്നത് കസ്റ്റമേഴ്സിൻ്റെ റിയാക്ഷനാണ്. That is, consumers may like or dislike, may believe or may not believe, remember or forget an advertisement. Some advertisement will produce direct response while others delayed response. ചില ആൾക്കാർ ഇപ്പോൾ മേടിക്കണം, ഇപ്പോൾ ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും. ചില ആൾക്കാർ മേടിക്കാം, സമാധാനപ്പെടും, നമുക്ക് ചെയ്യാം. അത് ചിലത് ഡിലേഡ് റെസ്പോൺസ് ആയിരിക്കും, പക്ഷേ ഇൻ ലോങ് റൺ ഇറ്റ് വിൽ ഫെച്ച് യു ദി പ്രോഫിറ്റ്സ്. ചില കാര്യങ്ങൾ ഷോർട്ട് റണ്ണിൽ പെട്ടെന്നായിരിക്കും ഒരു ഗ്രോത്ത് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിയാക്ഷൻ നമുക്ക് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അഡ്വർടൈസിലൂടെ. ആൻഡ് ദെൻ ഇസ് മാക്സിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ
2 ഇരട്ടിയോ 3 ഇരട്ടിയായിട്ടോ നമുക്ക് മാക്സിമം റിട്ടേൺസ് തിരിച്ച് കിട്ടാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലായാലും. മക്കളെ പഠിക്കാൻ പറഞ്ഞയച്ചാലും മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നല്ല രീതിയിൽ നല്ല അറിവോട് കൂടിയിട്ട് പഠിച്ച് പുറത്തേക്ക് വരണം എന്ന് തന്നെയാണ്. അല്ലാണ്ട് ഉഴപ്പി തോറ്റ് തുന്നമ്പാടി നടക്കാനല്ലല്ലോ. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും എന്ത് കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും ദാറ്റ് ഷുഡ് ഗിവ് യു അല്ലെങ്കിൽ ദാറ്റ് വിൽ റീപ്പ് യു ഗുഡ് റിട്ടേൺസ്. അതിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ദെൻ ഹെൽപ്സ് ടു റെഡ്യൂസ് വേസ്റ്റേജ്. അത് ഞാൻ പറഞ്ഞു, അഡ്വർടൈസിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റായിട്ടുള്ള അഡ്വർടൈസിങ് രീതി നമുക്ക് ഒരു പരിധിവരെയും റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. എപ്പോഴാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ സമയത്തൊന്ന് ഹൈലൈറ്റ് ചെയ്യുക, അല്ലാത്ത സമയത്ത് നമ്മളൊന്ന് ഡിമ്മായിട്ടിരിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ആൾക്കാരിലേക്ക് ഒന്ന് ഓർമ്മിപ്പിക്കാൻ എഗെയിൻ റിമെമ്പറൻസ് നമ്മൾ വീണ്ടും ചെല്ലുന്നു, വീണ്ടും ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബെസ്റ്റ് അഡ്വർടൈസിങ് സ്ട്രാറ്റജി. ഇതിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ് വിച്ച് ഹെൽപ്സ് യു ടു കമ്പാരിറ്റീവ് എഫക്റ്റീവ്നെസ്. നമുക്ക് മറ്റ് പല സ്ട്രാറ്റജീസ് വെച്ച് കമ്പയർ ചെയ്യാനും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള അഡ്വർടൈസിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അഡ്വർടൈസിങ് പ്ലാൻ ഏതാണോ അത് സെലക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദെൻ ഈസ് അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ്നെസ്, നമ്മളെ അഡ്വർടൈസിങ് കൺട്രോൾ, ദാറ്റ് ഈസ് ഇവാലുവേഷൻ ഓഫ് എഫക്റ്റീവ്നെസ് helps to ensure that the performance of an advertising program is in accordance with the plans. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ലിമിറ്റേഷൻസിലേക്ക് പോകാം. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് എക്സ്പെൻസീവാണ്, കൺസ്യൂമറിൻ്റെ റെസ്പോൺസ് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കൺസ്യൂമേഴ്സിൻ്റെ കോപ്പറേഷൻ വളരെ കുറവാണ്, ഇംപ്രോപ്പർ ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. റോങ് അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റോങ് മീഡിയ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ കോപ്പറേഷൻ വളരെ കുറയാൻ സാധ്യതകളുണ്ട്. അതേപോലെ ഇംപ്രോപ്പർ ടെസ്റ്റിംഗ് മെത്തേഡ്സ്, നമുക്ക് ടെസ്റ്റിംഗ് മെത്തേഡ്സിനെ കുറിച്ചിട്ട് അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒബ്ജെക്ഷൻസ് ഓഫ് ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ടൈം കൺസ്യൂമിങ് ആണ്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേക്കും ഒബ്ജെക്ഷൻസ് പല സ്ഥലത്തുനിന്നും വരും. അപ്പോൾ നമ്മൾ അതിനെ ഇതൊക്കെ ഇറ്റ് വിൽ ടേക്ക് ടൈം ടു കംപ്ലീറ്റ് ആൻ അഡ്വർടൈസ്മെൻറ്റ്, അല്ലെങ്കിൽ ടു കംപ്ലീറ്റ് ദി ഇവാലുവേഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതിൻ്റെ മെഷർ ചെയ്യാനൊക്കെ ആയിട്ട് ചിലപ്പോൾ സമയമെടുത്തേക്കാം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വിൽ സി വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ മെഷറിങ് അഡ്വർടൈസിങ് എഫക്റ്റീവ്നെസ്. ഒന്ന് പ്രീ ടെസ്റ്റ് മെത്തേഡ്സ് ആണ്. പ്രീ ടെസ്റ്റ് മെത്തേഡ്സിൽ വരുന്നത് ഇറ്റ് ഹെൽപ്സ് ദി മാനേജ്മെൻറ്റ് ടു നോ ദ ലൈക്ലി റെസ്പോൺസ് ഓഫ് ദി അഡ്വർടൈസ്മെൻറ്റ് ഓൺ ദി കൺസ്യൂമേഴ്സ്. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ റിസ്ക്. അതായത് നമ്മൾ പരസ്യങ്ങൾ കൊടുത്തിട്ടില്ല, അതിന് മുമ്പാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിൽ കൺസ്യൂമർ ജൂറി മെത്തേഡ് ഉണ്ട്. ഇതിലെന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ advertisement copy is shown to a panel of prospective consumers and their impression is collected. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദാറ്റ് ഈസ് പ്രൊസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സിന് നമ്മൾ ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് കോപ്പി അത് അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സോ വാട്ട് ഈസ് ദ റെസ്പോൺസ് ഫ്രം ദം ഈസ് കളക്റ്റഡ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സെക്കൻഡ് ടെസ്റ്റാണ് പോർട്ട്ഫോളിയോ ടെസ്റ്റ് എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇസ് ഷോൺ വിത്ത് എ സീരീസ് ഓഫ് അതർ അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് ദ വ്യൂവേഴ്സ് ആർ ആസ്ക്ഡ് ടു ഗിവ് ദെയർ ലൈക്കിംഗ് ഓൺ ദീസ്. അപ്പോൾ കുറച്ച് അഡ്വർടൈസ്മെൻറ്റുകൾ കാണിക്കും ഓൺ സെയിം പ്രോഡക്റ്റ്. ഓക്കെ, ഒരു പരസ്യം എന്ന് പറയുമ്പോൾ ഒരെണ്ണം തന്നെ ഷൂട്ട് ചെയ്യുന്നതല്ല, 2-3 ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ 4-5 ഷൂട്ട് ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂമേഴ്സ് ലൈക്ക് ചെയ്യാൻ സാധ്യതകളുള്ള പരസ്യങ്ങൾ ഏതാണോ അതാണ് നമ്മൾ എപ്പോഴും ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോർട്ട്ഫോളിയോ ടെസ്റ്റ് ചെയ്യുന്നത് സീരീസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് കാണിക്കും. അതിലേറ്റവും കൂടുതൽ ഇവർക്ക് താല്പര്യപ്പെടുന്നത് ഏതാണോ ദാറ്റ് വിൽ ബി സെലക്റ്റഡ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് റീഡബിലിറ്റി സ്റ്റഡീസ്. ദാറ്റ് ഈസ് respondents drawn from different socio-economic backgrounds are tested to find out the levels of ease and effectiveness while reading the advertisements. ഇനി
ഈ അഡ്വർടൈസ്മെൻറ്റ്സ് വായിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. സോ അതൊന്ന് ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡബിലിറ്റി സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇസ് മെക്കാനിക്കൽ ടെസ്റ്റാണ്. മെക്കാനിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറയുന്നത് ഷോൺ ടു ബി സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ദെയർ റെസ്പോൺസ് റെക്കോർഡഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെക്കാനിക്കൽ ഡിവൈസസ് ലൈക്ക് സൈക്കോ ഗാൽവനോമീറ്റർ, ഐ ക്യാമറ, പ്യൂപ്പിൾ മീറ്റർ, അതേപോലെ തന്നെ ടെക്കിസ്റ്റോപ്പ്. ഓക്കെ, സോ ഇതിൽ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരെയും മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിലെ സൈക്കോ ഗാൽവനോമീറ്ററിൽ നമുക്ക് നോക്കാം. മെഷർ ദി എമൗണ്ട് ഓഫ് പെർസ്പിറേഷൻ, ഓക്കെ, perspiration in a person while seeing an advertisement. The emotional change which an advertisement make is reflected in the amount of perspiration. നമ്മുടെ റിയാക്ഷൻസ്, നമുക്ക് വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഈ പരസ്യങ്ങൾ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒന്നിൽ 2-3 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ജനങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സൈക്കോ ഗാൽവനോമീറ്റർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്ന ഒരു രീതി. ഇനി സെക്കൻഡ് തിങ് ഇസ് ഐ ക്യാമറ യൂസ് ചെയ്തിട്ടാണ്. അതായത് കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറാണ്. ഒരു പരസ്യം കാണുമ്പോൾ അവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് അവർ വാച്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ലൈക്കോ ഡിസ്ലൈക്കോ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് പ്യൂപ്പിൾ മീറ്ററാണ്. പ്യൂപ്പിൾ മീറ്ററിൽ മെഷർ ദി എമൗണ്ട് ഓഫ് ഡയലേഷൻ ഓഫ് ദി പ്യൂപ്പിൾ വൈൽ സീയിങ് ദി അഡ്വർടൈസ്മെൻറ്റ്. നമ്മുടെ കണ്ണ് ചലിക്കുന്നതനുസരിച്ച് പ്യൂപ്പിൾ മീറ്ററിലൂടെ അത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. എത്രത്തോളമാണ് നമ്മൾ ഡയലേഷൻസ് വരുന്നത്, നമ്മുടെ പ്യൂപ്പിളിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ കണ്ണടയ്ക്ക് കണ്ണ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് ലുക്കിംഗ്, നമ്മുടെ ടേണിങ്, ഇതൊക്കെ എത്രമാത്രം ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വരുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് അതിൽ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ടെക്കിസ്റ്റോസ്കോപ്പിലാണ്. അതിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദി എബിലിറ്റി ഓഫ് ദി കൺസ്യൂമർ ടു റെക്കഗ്നൈസ് എ പർട്ടിക്കുലർ അഡ്വർടൈസ്മെൻറ്റ് ഓർ നോട്ട്. The advertisement is shown at a high speed initially and later at a low speed. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹൈ സ്പീഡിലാണ് ആ പരസ്യം കൊടുക്കുന്നത്, അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ സ്ലോ സ്പീഡിലാണ്. നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഹൈ സ്പീഡിൽ കൊടുക്കുമ്പോൾ അത് ഇന്ന പ്രോഡക്റ്റിൻ്റെ പരസ്യമാണെന്നുള്ളത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, ദെൻ ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് പ്രീ ടെസ്റ്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിൽ വരുന്ന ഒരു ലാസ്റ്റ് കാര്യമാണ് സർവേ എന്ന് പറയുന്നത്. സർവേ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മെത്തേഡ്. സോ അഡ്വർടൈസ്മെൻറ്റ് കോപ്പീസ് ആർ സ്ക്രീൻഡ് ബിഫോർ കൺസ്യൂമേഴ്സ് ഇത് ഇൻ ദെയർ ഹോംസ് ഓർ ഇൻ സ്പെഷ്യൽ തിയേറ്റർ ഷോസ്. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് പരസ്യങ്ങളിലോ അല്ലെങ്കിൽ തിയേറ്ററുകളിലൊക്കെ നമ്മളിത് പരസ്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മളിത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അവിടെ വന്ന് പോകുന്ന ആൾക്കാർക്ക് ഒരു ഫീഡ്ബാക്ക് ഫോമും കൊടുക്കാറുണ്ട്. അതിൻ്റെ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാറുണ്ട്. ഈ ഒരു മെത്തേഡിനെ നമ്മൾ പറയുന്നതാണ് സർവേ മെത്തേഡ് ഓർ ഇൻ്റർവ്യൂ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പോസ്റ്റ് ടെസ്റ്റ് മെത്തേഡുകളാണ്. പോസ്റ്റ് ടെസ്റ്റ് മെത്തേഡിൽ വരുന്നത് ഒന്ന് എൻക്വയറി ടെസ്റ്റാണ്. എൻക്വയറി ടെസ്റ്റിൽ വരുന്ന നമ്പർ ഓഫ് കൺസ്യൂമർ എൻക്വയേഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി ഇസ് ടേക്കൺ ആസ് എ മെഷർ ഓഫ് ഇറ്റ്സ് എഫക്റ്റീവ്നെസ്. അപ്പോൾ എത്രമാത്രം നമ്മൾ അതിനെക്കുറിച്ച് എൻക്വയറി നടത്തുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പോസ്റ്റ് ടെസ്റ്റ് മെത്തേഡുകളാണ്. ഇനി റെക്കഗ്നിഷൻ ടെസ്റ്റ് ഉണ്ട്. റെക്കഗ്നിഷൻ ടെസ്റ്റിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് showing the advertisement to the target consumers and asking them if they have seen it before. Okay, effectiveness is measured in number of terms of the number of people who have recognized the advertisement. അപ്പോൾ നമ്മളൊരു 100 ആൾക്കാരുടെ നമ്മൾ എടുക്കാം. 100 ആൾക്കാരുടെ അടുത്ത് ഈ പരസ്യങ്ങൾ കാണിക്കുക, നിങ്ങൾ ഈ പരസ്യങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ എത്ര പേരാണ് ആ പരസ്യം കണ്ടിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് റെക്കഗ്നിഷൻ ടെസ്റ്റ് നടത്തുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് അബൌട്ട് റിക്കോൾ ടെസ്റ്റ്. റിക്കോൾ ടെസ്റ്റിൽ എഫക്റ്റീവ്നെസ് ഇസ് മെഷേർഡ് on the basis of the number of people who succeed in recalling the advertisement being tested. അപ്പോൾ എത്ര പേർക്കാണ്
ഈ പരസ്യം റിക്കോൾ ചെയ്യാനായിട്ട് പറ്റും. അതിലാരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ആ പരസ്യം കംപ്ലീറ്റ് ആയിട്ട് റിക്കോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് റിക്കോൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത് അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ്നെസ്. പിന്നെ വരുന്നത് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ആറ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഇൻഫോമിങ് ആറ്റിറ്റ്യൂഡ്സ് ഓർ ഒപ്പീനിയൻസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് റീഡേഴ്സ് ഓർ ലിസണേഴ്സ്. അപ്പം നമ്മൾ ഈ പരസ്യം കണ്ടിട്ട് നമ്മൾ എന്ത് അഭിപ്രായമാണോ അവരോട് പറയുന്നത്, അതാണ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് അത് ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു, അക്കോർഡിംഗ് ടു ദ ഒപ്പീനിയൻസ് ഓഫ് ദി വ്യൂവേഴ്സ്, അതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് കൺകറൻറ്റ് ടെസ്റ്റിംഗ് ആണ്. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് കൺകറൻറ്റ് ടെസ്റ്റിംഗ് ആണ്. കൺകറൻറ്റ് ടെസ്റ്റിംഗ് റെഫേഴ്സ് ടു ടെസ്റ്റിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ആൻ അഡ്വർടൈസിങ് ക്യാമ്പയിൻ വൈൽ ഇറ്റ് ഈസ് ഇൻ പ്രോഗ്രസ്. അതായത് ഒരു പരസ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പ്രീയും പോസ്റ്റും പറഞ്ഞത് എന്താണ്, ഒന്ന് പരസ്യങ്ങൾ കൊടുക്കുന്നതിനേക്കാളും മുൻപ് നടത്തുന്ന ഒരു ടെസ്റ്റ്, പ്രീ ടെസ്റ്റ്. പോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കാലം നമ്മൾ പരസ്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നത്. കൺകറൻറ്റ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ഇസ് ഗോയിങ് ഓൺ, അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്ന ഒരു രീതിയാണ്. ദ അഡ്വർടൈസിങ് ആൻഡ് ഇറ്റ്സ് ഇവാലുവേഷൻ ആർ ഡൺ സൈമൾട്ടേനിയസ്ലി. പരസ്യം കൊടുക്കുന്നുണ്ട്, അതിൻ്റെ എഫക്റ്റീവ്നെസ്സും ഒപ്പം അതിനോടൊപ്പം തന്നെ മെഷർ ചെയ്ത് പോകുന്ന രീതിയാണ് കൺകറൻറ്റ് അഡ്വർടൈസിങ്ങിൽ അല്ലെങ്കിൽ കൺകറൻറ്റ് ടെസ്റ്റിങ്ങിൽ വരുന്നത്. Compared to post-testing, concurrent testing is effective as the consumers can give their opinion while they are watching the advertisement. ഇത് പ്രീയും പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് അറിയില്ല, മറ്റൊന്ന് അറിയാം, പക്ഷേ റിക്കോൾ ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ, ഓർത്തെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ എങ്ങനെയാണ്, കൺകറൻറ്റിൽ എങ്ങനെയാണ്, ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഒന്നും കൂടിയും പറയാനായിട്ട് സാധിക്കും. കാരണം നടന്നുകൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് ആ ഒരു ക്യാമ്പയിനിങ് കഴിഞ്ഞിട്ടില്ല, ക്യാമ്പയിനിങ് ഇസ് ഓൺ പ്രോഗ്രസ്. ആ സമയത്താണ്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഇസ് ഗോയിങ് ഓൺ, ആ സമയത്താണ് നമ്മൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നത്. സോ ദാറ്റ് ഒരു കൃത്യമായിട്ടുള്ളൊരു ഇവാലുവേഷനിലേക്ക് എത്താനായിട്ട് ചിലപ്പോൾ നമ്മളെ എഫക്റ്റ് ചെയ്തേക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് കീയിങ് ദ അഡ്വർടൈസ്മെൻറ്റ്, ലാസ്റ്റ് പാർട്ട് ഓഫ് ടുഡേയ്സ് ടോപ്പിക്. Keying is a technique used by the advertisers to measure the effectiveness of advertising media. Following methods are used for keying different addresses to different media. Volume of enquiry received determines best medium. പല തരത്തിലുള്ള അഡ്രസ്സസ് നമ്മൾ പല ഡിഫറെൻറ്റ് മീഡിയാസിലും കൊടുക്കാം. അതിൽ നിന്ന് കിട്ടുന്ന റിപ്ലൈസ് അല്ലെങ്കിൽ എൻക്വയറീസിനെ ബേസ് ചെയ്തിട്ട് ഈ മീഡിയ ആണ് നമുക്ക് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഈസ് അറ്റാച്ചിങ് കൂപ്പൺസ് ഓർ ബ്ലാങ്ക് ഓർഡർ ഫോംസ് അലോങ് വിത്ത് ദി അഡ്വർടൈസ്മെൻറ്റ് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ എന്താണ് ഈ അഡ്വർടൈസ്മെൻറ്റ് മെറ്റീരിയലിനോടൊപ്പം തന്നെ ഒരു കൂപ്പണോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലാങ്ക് ഓർഡർ ഫോം, ആ ഓർഡർ ഫോം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേറെ പ്രോഡക്റ്റ്സോ അല്ലെങ്കിൽ അതേപോലത്തെ പ്രോഡക്റ്റ്സോ ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വേറെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, ഈ ഓർഡർ ഫോംസ് ഫില്ല് ചെയ്യുക, പോസ്റ്റ് ബോക്സിലിടാം, സോ ദാറ്റ് ദേ വിൽ റിസീവ് ദി പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ അഡ്വർടൈസിങ് ക്യാമ്പയിൻ്റെ ഒരു ഭാഗമായിട്ടോ ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ ഇസ് റിക്വസ്റ്റിംഗ് ദ പ്രൊസ്പെക്റ്റീവ് കസ്റ്റമർ ടു മെൻഷൻ ദ നെയിം ഓഫ് ദ മീഡിയം ത്രൂ വിച്ച് ഹി റിസീവ് ദ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ. പിന്നെ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം എന്താണ്, നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എവിടെ നിന്നാണ് അറിഞ്ഞത്? ഓക്കെ, ദേ ക്യാൻ കളക്ട് ദ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിവ് കിട്ടിയത്? അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണയിൽ എത്താനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാവരുടെ അടുത്തും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മീഡിയ ഏതാണെന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കീയിങ് ദ അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? technique used by the advertisers to measure the effectiveness of advertising media. ഏത് അഡ്വർടൈസിങ് മീഡിയ ആണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് കീയിങ് ദ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? അഡ്വർടൈസിങ് ഏജൻസീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നല്ല പരസ്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഏജൻസീനെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ വരുന്നത് നമ്മുടെ ബഡ്ജറ്റിനെ കുറിച്ചിട്ടാണ്. ബഡ്ജറ്റിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതും, അതേപോലെ തന്നെ ഒരു അഡ്വർടൈസിങ് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ ഏത് മെത്തേഡാണ് വേണ്ടത് എന്നുള്ളതും. ആൻഡ് ദെൻ ഈസ് അഡ്വർടൈസിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, അതേപോലെ തന്നെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡുകൾ പ്രീ, പോസ്റ്റ് ആൻഡ് കൺകറൻറ്റ്. അതിലേറ്റവും എഫക്റ്റീവായിട്ട് വരുന്നത് ഏതാണ്? കൺകറൻറ്റ്. ബിക്കോസ് പ്രോഗ്രാം, ദറ്റ് ഈസ് അഡ്വർടൈസിങ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഇവാലുവേഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റീവ്നെസ് വളരെ കൃത്യമായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ഇസ് കീയിങ് ദ അഡ്വർടൈസ്മെൻറ്റ്. സോ ഏത് മീഡിയ ആണ് ബെസ്റ്റ് എന്നുള്ളത് ഫൈനലി നമുക്ക് എത്താനായിട്ടുള്ള ഒരു പോയിൻ്റാണ് കീയിങ് ദ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. Okay, and this is about the today's class. With again one more small portion or one more class, we'll wind up the chapter advertising. Okay, so thank you dear students. If you have any doubt, please ask me.